Now Network for All International, Urbana, Illinois, USA presents Arogya Varthaganam. The host of Arogya Varthaganam is Lalu P. Joseph. ഹലോ, എൻ്റെ പേര് ലാലു ജോസഫ് എന്നാണ്. പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട് സ്വദേശിയാണ്. അമേരിക്കയിൽ വന്നിട്ട് 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇല്ലനോയ് എന്ന സ്റ്റേറ്റിൽ അർബാന എന്ന പട്ടണത്തിൽ ഞാൻ കുടുംബമായിട്ട് താമസിക്കുകയാണ്. എൻ്റെ ഭാര്യ ലൂവാൻ, എനിക്ക് 2 മക്കളുണ്ട്, 4 കൊച്ചുമക്കളുമുണ്ട്. എൻ്റെ കോഹോസ്റ്റ് ഡോക്ടർ പ്രൊഫസർ അലക്സ് സക്കറായ MD, ഇദ്ദേഹവും പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി സ്വദേശിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ പ്രേമ. ഇവർ ലുധിയാന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ 40 കൊല്ലത്തോളം സ്റ്റാഫായിട്ടും പ്രൊഫസറായിട്ടും പ്രിൻസിപ്പളായിട്ടും പല രീതിയിൽ വേല ചെയ്തിട്ടുണ്ട്. 2000 ആണ്ടോടുകൂടി അമേരിക്കയിൽ വന്നു. 2008-ലും 2009-ലും അദ്ദേഹം ഇവിടെ ഇല്ലനോയിലുള്ള പ്രവീണ മെഡിക്കൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഇവിടെ ഞങ്ങൾ അയൽവാസികളാണ്. ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ഈ ലോകത്തിലുള്ള ഏറ്റവും പ്രമുഖമായ മെഡിക്കൽ ജേർണലിൽ വരുന്ന ലേറ്റസ്റ്റ് ന്യൂസ് അത് മലയാളത്തിൽ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രത്യേകത എന്തെന്നാൽ പല വിഷയങ്ങൾ ഞങ്ങൾ പാട്ടിലൂടെ ഞങ്ങളിവിടെ കൊണ്ടുവരും. പ്രധാനമായും ഞങ്ങളുടെ ഫോക്കസ് ഭക്ഷണം, വ്യായാമം, നമ്മളുടെ ജീവിതശൈലി എന്നിവയാണ്. ഞങ്ങളുടെ ഒരു പുതിയ തീം സോങ് ഉണ്ട്. ആ സോങ് ഞാനൊന്ന് പാടാം. ആരോഗ്യ വാർത്തഗാനം ദിനവും പാടുക നാം, ആരോഗ്യം സൂക്ഷിച്ചിടുക, വ്യായാമം ദിനവും ചെയ്യുക, ആരോഗ്യം വേഗം നടക്കുക, അസ്ഥി സന്ധിച്ചാലേക്കുമ്പോൾ ശരിയായി വിയർക്കുന്നു, വിയർപ്പിനാൽ അശുദ്ധം വെളിയിൽ പോയിടുന്നു, മസിൽ ശക്തിപ്പെടുന്നു, സുഖമായി ഉറങ്ങുന്നു, ഊർജത്തോടുണർന്നു നല്ല തീരുമാനമെടുക്കും. ആരോഗ്യ വാർത്തഗാന ദിനവും പാടുക നാം, ആരോഗ്യം സൂക്ഷിച്ചിടുക, വ്യായാമം ദിനവും ചെയ്യുക, ആരോഗ്യം. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിടണം, അനുജവർഗം കുറയ്ക്കാം, പുരത കൊഴുപ്പു നീക്കാം, പച്ചക്കറി പയർ പഴ വർഗങ്ങൾ ധാരാളമാക്കാം, ബേക്കറി സാധനങ്ങൾ എണ്ണ പലഹാരങ്ങൾ വർജിച്ചില്ല എങ്കിൽ അമിതവണ്ണം ലഭിച്ചിടുമേ. ആരോഗ്യ വാർത്തഗാനം ദിനവും പാടുക നാം, ആരോഗ്യം സൂക്ഷിച്ചിടുക, വ്യായാമം ദിനവും ചെയ്യുക, ആരോഗ്യം. കൊഴുപ്പ് കൂടിയാൽ കുടവയർ വരുമേ, ഹൃദയരോഗം, പ്രമേഹം, കൊളസ്ട്രോൾ, അസിഡിറ്റി, പലവിധ രോഗങ്ങൾ നിന്നെ പിന്തുടർന്നിടുമേ, സമാധാനം തീരുമേ, ധനം പോയിടുമേ. ആരോഗ്യ വാർത്തഗാനം ഓർക്കാം, വ്യായാമം ദിനവും ചെയ്യാം, ആരോഗ്യ വാർത്തഗാനം ദിനവും പാടുക നാം, ആരോഗ്യം സൂക്ഷിച്ചിടുക, വ്യായാമം ദിനവും ചെയ്യുക, ആരോഗ്യം. Compassion Now Network for All International, Urbana, Illinois, USA, in association with Asha Kiran Charitable Society, Ludhiana, Punjab, India, presents Arogya Varthaganam. And the host of our program
is Lalu P. Joseph. താങ്ക് യു ഡോക്ടർ. ആരോഗ്യ വാർത്താ ഗാനം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാം ഞങ്ങൾ ആശ കിരൺ ചാരിറ്റബിൾ സൊസൈറ്റി ലുധിയാന പഞ്ചാബുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇത് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. ഇന്ന് ആദ്യത്തെ ഒരു ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത് ആനൽസ് ഓഫ് ഇൻ്റർനാഷണൽ മെഡിസിൻ, ഇൻറ്റേർണൽ മെഡിസിൻ ആക്ച്വലി, ഇറ്റ്സ് നോട്ട് ഇൻ്റർനാഷണൽ, ഇൻറ്റേർണൽ മെഡിസിൻ. ഇത് 2 ഡോക്ടേഴ്സും ഒരു റിസർച്ചറും നടത്തിയ പ്രോഗ്രാം ഒക്ടോബർ 6, 2014 വന്ന ഇതാണ്. ഇതിൽ ഇൻസ്കാർസറേഷൻ, അതായത് തടവുകാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജയിലിലും അതുപോലെ പ്രിസണിലും കഴിയുന്ന ആളുകളെക്കുറിച്ച്. അമേരിക്കയിലാണെങ്കിൽ 2 മില്യൺ ആളുകൾ ഇവിടെ ഉണ്ട്, ജയിലിലുണ്ട്. എന്നാൽ ഇവരുടെ വീടുകളിൽ നോക്കുകയാണെങ്കിൽ 1.5 മില്യൺ കുട്ടികളാണുള്ളത്. അവരുടെ കുട്ടികൾ, ഈ ജയിലിൽ കഴിയുന്നവരുടെ, അതായത് പിന്നെ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്, അവരുടെ കുട്ടികളെ. ഇതിനകത്ത് വേറൊരു സ്റ്റഡി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1 ലക്ഷം ആളുകളിൽ 492 പേര് ജയിലിൽ പോവും, ജയിലിലുണ്ട്. എന്നാൽ വേറൊരു വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്ലാക്ക് പോപ്പുലേഷൻ, അതായത് ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, അവരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 1000-ൽ 3074 പേരും പോകുന്നുണ്ട്. അത് വളരെ കൂടുതലാണ്. 100,000 1 ലക്ഷത്തിൽ. അപ്പോൾ ഡോക്ടർ അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ ഡോക്ടർ അഭിപ്രായം, ആ സ്റ്റഡിയെക്കുറിച്ച്? ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജയിലിൽ ഇട്ടിരിക്കുന്ന കൺട്രി ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. അത് സേഫ്റ്റി റീസണാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് പല വിധത്തിലും സൊസൈറ്റി സേഫാണ്. എന്നാൽ പലരും ഈ മരുന്ന് കഴിക്കുന്നതും അല്ലെ കള്ളു കുടിക്കുന്നതിൻ്റെയും ആയിട്ടുള്ള കുഴപ്പങ്ങളായിട്ടാണ് ജയിലിൽ. എന്നാൽ ഇത്രയും നേരം അവിടെ ഇത് ഗവൺമെൻറ് ഇപ്പോൾ റിവ്യൂ ചെയ്യുകയാണ്. ഈ 2 ഡോക്ടർമാരുടെ സ്റ്റഡി അനുസരിച്ച് ഇതിന് നമ്മൾ ഓൾട്ടർനേറ്റീവ് നോക്കണം. ഈ ടൈമെല്ലാം ജയിലിൽ ഇങ്ങനെ മാത്രം കഴിയാതെ ഇതിനെക്കുറിച്ച് വേറെ അവർ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ സൊസൈറ്റി ഒന്ന് നോക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു മെൻ്റൽ ബിഹേവിയർ ആണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം. കാരണം അല്ലാതെ ക്രിമിനലുണ്ട്, കൂടുതലും. അതെ, ക്രിമിനൽ ഉണ്ട്. എന്നാൽ ഇത് മറ്റേ ഡ്രഗ്സ് ആൻഡ് ബിഹേവിയർ പ്രോബ്ലം. ഡോക്ടറെ, അടുത്ത പഠനം വന്നിരിക്കുന്നത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രൊസീഡിങ്സ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് ഒക്ടോബർ, അതായത് ഈ മാസം 2014 വന്നിട്ടുള്ളതാണ്. അത് TB യെക്കുറിച്ച്, അതായത് ക്ഷയരോഗത്തെക്കുറിച്ച്. സാധാരണ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ നമ്മൾക്കറിയാം, നമുക്ക് ഒരു BCG ഒരു വാക്സിന് അത് കൊടുക്കും. എന്നാൽ ഇപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രായമുള്ളവർക്കും ഈ കൗമാരപ്രായമുള്ളവർക്കും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു പുതിയ വാക്സിൻ, അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയുന്നത്? അതെ, നമ്മൾ ഇപ്പോഴേ BCG കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കാണ്, ഇൻഫൻറ്റിന്, നമ്മുടെ രാജ്യത്തൊക്കെ. എന്നാൽ ഇപ്പോഴത്തെ ഈ സ്റ്റഡി അനുസരിച്ച് ഇത് കൊച്ചു കുഞ്ഞുങ്ങളെ മാത്രമല്ല, നമുക്ക് ഈ യൗവനക്കാരേക്ക് കൂടെ ഇതിൽ BCG, ഈ പുതിയ വാക്സിൻ, BCG അല്ല, പുതിയ വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് TB വരാനുള്ള ചാൻസസ് വളരെ കുറഞ്ഞായിരിക്കും. ഇതൊരു പുതിയ നല്ല ഡെവലപ്മെൻറ്റാണ്. അതുകൊണ്ട് ഇൻസിഡൻസ്, ഇതിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2050 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ TB എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഗോളിനാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, അടുത്തത് പഠനം അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആനൽസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് മെറ്റാബോളിസം ഒക്ടോബർ 2014 വന്നതാണ്. ഈ സ്റ്റഡി നടത്തിയതിന് ഓസ്ട്രേലിയയിലാണ്, ആഡലൈഡ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. അത് ഗർഭിണികളെക്കുറിച്ചാണ്. അത് അവർ ഒരു 2200 വണ്ണമുള്ള ഗർഭിണികളുടെ ഇടയിൽ നടത്തിയ ഒരു സ്റ്റഡിയാണ്. അതിനകത്ത് അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്
മാറ്റിയാൽ അത് വളരെ പ്രയോജനം ഉണ്ടാകും. സാധാരണ പറയുന്നത് ഈ വണ്ണമുള്ള ഗർഭിണികളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വണ്ണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ ഈ പുതിയ പഠനം അനുസരിച്ച് അവിടെ എന്താണ് ഡോക്ടറെ നടക്കുന്നത്? അതെ, ഈ വളരെ നല്ലൊരു സ്റ്റഡി ഫ്രം ഓസ്ട്രേലിയ, ഇത് BMJ മെഡിക്കൽ ജേർണൽ വന്ന പഠനമാണ്. കൂടുതൽ eat more of veggies, fruits, whole grains, go nuts on nuts. Eat more, yes, eat more of veggies, whole grain, fruits, go nuts on nuts. Then eat less, yes, eat less of starch food, fried food, sugar. Say no to soda pop. Yes, eat less, yes, eat less of starch, sugary, fried food. Say no to soda pops. അതുപോലെ തന്നെ ചക്ക, കൈതച്ചക്ക, ആത്തയ്ക്ക, മാമ്പഴം മുതലായ എന്നീ വർഗ്ഗങ്ങൾ ഭക്ഷണം. ആ ശ്ലോകം ഒന്ന് കേട്ടാ. ആ ശ്ലോകത്തിൽ പറയാം, ആഘോഷ ഭക്ഷണം കഴിവതും ഒഴിവാക്കി. ഡോക്ടർ പാടിയത് തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകമാണ്. വിവിധ ഫലങ്ങൾ ധാരാളം കഴിക്കൂ, ചക്ക, കൈതച്ചക്ക, ആത്തയ്ക്ക, മാമ്പഴം എന്നീ പഴവർഗ്ഗങ്ങൾ ധാരാളം ഭക്ഷിക്കൂ. പഴവർഗ്ഗത്തിൻ്റെ സത്ത് മാത്രം കുടിക്കുമ്പോൾ പഴത്തിലെ നാരുകൾ വൃഥാ പാഴാക്കാതെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും നന്നായി കഴുകി ഭക്ഷിക്കൂ. അങ്ങനെയാണ് ആ ശ്ലോകം പോകുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ഈ സ്റ്റഡി അനുസരിച്ച് നമുക്ക് എക്സസൈസും ചെയ്യുന്നു. ആ ശ്ലോകത്തിൽ എക്സസൈസിന് എന്തുവാ പറയുന്നത്? അത് ആ ശ്ലോകത്തിലെ എക്സസൈസ് പറഞ്ഞിങ്ങനെ, ഈ ശ്ലോകത്തിൽ എക്സസൈസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നമുക്ക് വേറെ അത് വ്യായാമം ചെയ്യുക ദിവസവും നിങ്ങൾ അരമണിക്കൂറെങ്കിലും വിയർക്കുന്നവരെ വ്യായാമം ചെയ്യുക. ശീഘ്രം നടക്കുക, സൈക്കിൾ ചവിട്ടുക, ട്രെഡ്മില്ലിൽ ഓടി ഇലക്ട്രിക്കലിൽ കയറി. അങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. വെരി ഗുഡ്. ഡോക്ടറെ, അടുത്ത ഒരു സ്റ്റഡി വന്നിരിക്കുന്നത് ജേർണൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഹെൽത്ത് ഒക്ടോബർ 2014 വന്നിരിക്കുന്നതാണ്. ഇത് സ്ട്രെസ്, അതായത് നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന ഒരു സമ്മർദ്ദം, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമ്മർദ്ദം, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാനൊക്കും. അതോട് ഒരു 40,000 കാനഡയിലുള്ള ആളുകളുടെ ഇടയിൽ, അതായത് 15 വയസ്സിന് മേലുള്ളവർ, 15 വയസ്സ് മേലുള്ളവരുടെ ഇടയിൽ നടത്തിയ ഒരു ഒരു പഠനമാണ്. അപ്പോൾ ആ പഠനത്തെക്കുറിച്ച് എന്താണ് ഡോക്ടറെ ഒന്ന്? അത് ഇതിൽ 40,000 കനേഡിയൻസിൽ ഇതിൽ ഈ സ്റ്റഡി നടന്നിട്ടില്ല. ഈ മാനസികരമായിട്ടുള്ളതിന് ഏറ്റവും നല്ല കോപ്പിംഗ് ബിഹേവിയറിൽ പലതുണ്ട്. അതിൽ ഒരു കോപ്പിംഗ് ബിഹേവിയർ വ്യായാമം. ആ വ്യായാമം ചെയ്യുന്നവർ അവർക്കത് റിലാക്സ് ചെയ്ത് സുഖമായിട്ട് ഉറങ്ങാൻ നമുക്കൊരു പാടില്ലയോ, സുഖമായിട്ട് ഉറങ്ങുമ്പോൾ അങ്ങനെ അതുകൊണ്ട് എക്സസൈസ് മോർ, വാക്ക്, ജോഗ്, റൺ, ബൈക്ക്, treadmill, elliptical, till soaked in sweat. Exercise more, 5 times a week, a half hour or more, till soaked in sweat. All right. ഡോക്ടർ, അടുത്ത സ്റ്റഡി വന്നിരിക്കുന്നത്, ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് അവർ പരിപാടി ഇട്ടിരിക്കുന്നേ ഉള്ളൂ. അത് ഈ കൊല്ലത്തിൻ്റെ അവസാനം അത് വരും. അത് ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റിയെക്കുറിച്ച്, അതായത് കുട്ടികളുടെ ഇടയിലുള്ള അമിതവണ്ണത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. ഇത് ഫാമിലി ഡിന്നർ കഴിക്കുന്നതുമായിട്ടുള്ള ബന്ധമാണ്. ഡോക്ടർ, അതൊന്ന് വിശദീകരിച്ചാൽ. അതെ, ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ നാട്ടിലും കുഞ്ഞുങ്ങളൊക്കെ വണ്ണം വെച്ച് വരുന്നു. ഇത് ടെലിവിഷൻ കണ്ടോ അല്ലെങ്കിൽ ഇത് വീഡിയോ ഗെയിംസ് കണ്ടോ എക്സസൈസ് ഇല്ല, ഭക്ഷണം കൂടുതൽ, ചുമ്മാ അതിരുന്ന് അങ്ങ് വണ്ണം വെക്കുന്നു. എന്നാൽ ഇതേ വിധത്തിൽ ഫാമിലി ഒരുമിച്ച് ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ അങ്ങനെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, കൺട്രോളായിട്ട് കഴിക്കുന്നു, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, വെജിറ്റബിൾസും അതിൻ്റെ ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കുന്നു. അതുകൊണ്ട് എത്ര ഇവിടെ നമുക്ക് ഈ ഇപ്പം ബിസി ആയിട്ട് ഈ ഫാസ്റ്റ് ഫുഡിനൊക്കെ ഓടി ചെയ്യുന്നതിന് പകരം എത്ര കൂടുതലായിട്ട് നമ്മൾ ഫാമിലിയായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്
അത്രയും ഹെൽത്തി ആയിരിക്കും ആ ഫാമിലി. ഓക്കെ ഡോക്ടർ, അടുത്തൊരു പഠനം നടന്നത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ വന്നു ഒക്ടോബർ 2014 വന്നാണ്. ഇത് പ്രത്യേകിച്ചും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദമ്പതികളുടെ ഇടയിൽ ഉള്ളതാണ്. അത് പ്രത്യേകിച്ചും പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വിവാഹം കഴിച്ച് പുതുമയായിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഈ ആൽക്കഹോൾ കഴിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഒരാഴ്ചയിൽ 5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡ്രിങ്ക്സ് എടുക്കുന്ന പുരുഷന്മാർക്ക്, അത് സ്ത്രീകൾക്കും ബാധകമാർക്കും തോന്നും, അവരുടെ സ്പേം, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ബീജാണു അല്ലെ ശുക്രാണു, അത് നല്ലതായിരിക്കത്തില്ല, അതിന് കുഴപ്പമുണ്ടാകും. അപ്പം 5-ൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലും പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡോക്ടർ അത് ഒന്ന് വിലയിരുത്തി പറഞ്ഞാൽ. ഈ എല്ലാ ഹെൽത്തി ആയിട്ടുള്ള യങ്, ഇത് പ്രായമുള്ളവരുടെ കാര്യമല്ല, യങ്, ഇത് ഡെൻമാർക്ക് നടന്നൊരു ഡെനിഷ് നടന്നൊരു, അതുകൊണ്ട് ഈ യങ് പീപ്പിൾ എനർജറ്റിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആൽക്കഹോൾ കൂടുതൽ 5 തവണ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് ചെറുപ്പക്കാർ ശരിയായ ബാലൻസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, കൂടുതൽ കുടിക്കരുത്. കുടിക്കാതിരിക്കുന്നത് നല്ലത്, അഥവാ കുടിച്ചാലും വളരെ കുറച്ച്. ഈ പഠനം നടന്നത് 2008 മുതൽ 2012 വരെ നടന്ന പഠനം. അപ്പം ഒരു നല്ലൊരു പഠനമാണത്. അതെ. അടുത്ത ഒരു പഠനം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ജേർണൽ ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഹ്യൂമൻ ബിഹേവിയർ ഒക്ടോബർ 2014 വന്നാണ്. ഇത് സോഷ്യൽ മീഡിയ അതെങ്ങനെ നമ്മളുടെ ദൈനംദിന കാര്യത്തെ അത് പ്രതിപാദിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അതിനെക്കുറിച്ചൊന്ന് ഡോക്ടർ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ. ഇത് വലിയ രസമായി. സോഷ്യൽ ഒരു ഡിപ്രഷനോ വല്ല മനസ്സിൽ അപ്സെറ്റ് ആണെങ്കിൽ ഫേസ്ബുക്കിൽ പോയി ആളുകൾ ബാക്കിയുള്ളവർ അവരെക്കാളും കൂടുതൽ അപ്സെറ്റ് ആയിട്ടുള്ളവരുടെ പോസ്റ്റിങ് കണ്ട് അവർക്ക് ദേ ഫീൽ ബെറ്റർ. അതൊരു വലിയ രസമായുള്ളൊരു സോഷ്യൽ ഇൻറ്ററാക്ഷനാണ്. ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ അല്ല. എനിക്ക് ഐ എം ഫീലിംഗ്, എനിക്ക് ഡിപ്രസ്ഡ് ഓർ, എന്നാലും നോക്കാം ഫേസ്ബുക്ക് നോക്കി, ആളിന് എന്നെക്കാളും കൂടുതൽ ഡിപ്രഷനാണ്, നൗ ഐ എം ഫീലിംഗ് ബെറ്റർ, നൗ ഐ എം ഫീലിംഗ് ബെറ്റർ. അതുകൊണ്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അപ്പോൾ അത് 2 രീതിയിലും സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്, നെഗറ്റീവും പോസിറ്റീവായിട്ട്. പക്ഷേ ഈ സ്റ്റഡി അനുസരിച്ച് അതൊരു നമ്മളെക്കാളും കൂടുതൽ വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് ഉണ്ട്. ഈ ആളുടെ മനഃപ്രയാസവും വിഷമങ്ങളൊന്നും കുറയുന്നു. ഓക്കെ ഡോക്ടർ, അടുത്ത ഒരു പഠനം നടത്തിയിരിക്കുന്നത് ഈ കിഡ്നി പ്രോബ്ലം ഉള്ളവരുടെ ഇടയിൽ ഡയാലിസിസിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. ഡയാലിസിസും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഒരു പ്രൊസീജിയറല്ല. എന്നാൽ പക്ഷെ പല ആളുകൾക്കും അതിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ അവരെ ഈ വ്യായാമം, എറോബിക് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വളരെ വ്യത്യാസം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചൊന്ന്. അതെ, എൻ്റെ മൂത്ത ബ്രദർ കാനഡ കാൽഗറിയിൽ ഒരു 2-3 മണിക്കൂർ ശീഘ്രം നടക്കും. അതുകൊണ്ട് ഡയാലിസിസിലുമാണ്. എക്സസൈസ് മോർ, വാക്ക്, ജോഗ്, റൺ, ബൈക്ക്, ട്രെഡ്മിൽ, എലിപ്റ്റിക്കൽ, till soaked in sweat, exercise more 5 times a week, half hour or more, till soaked in sweat. അതിൻ്റെ മലയാളത്തിൽ ഇങ്ങനെയാണ്: വ്യായാമം ചെയ്യുക ദിവസവും നിങ്ങൾ അരമണിക്കൂറെങ്കിലും, വിയർക്കുന്നവരെ വ്യായാമം ചെയ്യുക, ശീഘ്രം നടക്കുക, സൈക്കിൾ ചവിട്ടുക, ട്രെഡ്മില്ലിൽ ഓടി, ഇലപ്റ്റിക്കലിൽ കയറി. അതാണ് ഡോക്ടർ ഇംഗ്ലീഷ് പാടിയത്. ഓക്കെ ഡോക്ടറുടെ അടുത്ത ഒരു സ്റ്റഡി വന്നിരിക്കുന്നത്, ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആപ്പറ്റൈറ്റ് എന്നുള്ള മാഗസിൻ ഒക്ടോബർ 2014 വന്നാണ്. അതിൻ്റെ തലക്കെട്ട് വരിക്കുന്നത് ഇൻ ഗുഡ് കമ്പനി എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. റെസ്റ്റോറൻറ്റുകാർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണം. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ആംബിയൻസ്, അത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു
നമുക്കൊരു ആപ്പറ്റൈറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയുന്നത്? ഇത് വലിയ രസമായ ഒരു സ്റ്റഡിയാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നുണ്ടേ അടുത്ത മേശയിലിരിക്കുന്നവരെയൊക്കെ നോക്കും. ഈ സ്റ്റഡി അനുസരിച്ച് ഞാൻ എത്ര ഭക്ഷണം കഴിക്കുന്നത് അടുത്തിരിക്കുന്ന ആളെ വണ്ണമുള്ള ആളാണെങ്കിൽ ഞാൻ കൂടുതൽ കഴിക്കും, അടുത്തിരിക്കുന്ന ആൾ മെലിഞ്ഞ ആളാണെങ്കിൽ ഞാൻ കുറച്ച് കഴിക്കും. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സൈക്കോളജിക്കലായിട്ടുള്ള. ഞാൻ ലാലുജിയുടെ കൂടെ പോവാം, ഇത് കഴിഞ്ഞ് നമുക്ക് ലഞ്ച് കഴിക്കാം, ഇച്ചിരി കൂടുതൽ കഴിക്കണം. എന്നാൽ നേരെ മറിച്ച് ഒരു വണ്ണമില്ലാത്തവരോടുകൂടെ പോയാൽ നമ്മൾ കുറച്ച് കഴിക്കും. ഇത് അടുത്ത മേശയിലിരിക്കുന്നത് ആളുകളുടെ അപ്പിയറൻസ് കണ്ട് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതനുസരിച്ച് നമ്മൾ കൂടുതൽ കുറേ കഴിക്കുന്നു. ഒരു വളരെ രസമായിട്ടുള്ളൊരു സ്റ്റഡി. ഓക്കെ ഡോക്ടറെ, അടുത്ത പഠനം വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ന്യൂട്രീഷൻ, അതായത് ഒക്ടോബർ 2014 വന്നാണ്. ഇത് എനർജി ഡ്രിങ്കിനെ കുറിച്ചുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ധാരാളം കൊമേഴ്ഷ്യൽ ഉണ്ട് ഈ എനർജി ഡ്രിങ്കിനെ കുറിച്ച്. എനർജി ഡ്രിങ്ക് വളരെ നല്ലതാണെന്ന്. അതിന് ചിലപ്പം ശരിയായിരിക്കാം, എന്നാൽ അവർ ഇപ്പോഴത്തെ ഈ സ്റ്റഡി അനുസരിച്ച് ഈ കൂടുതൽ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസാംനിയ, അതായത് ഉറക്കമില്ലായ്മയുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വളരെ നെർവസ് ആകും. ഈ ആത്ലീറ്റ്, അതായത് ഈ നല്ല പിന്നെ പന്ത് കളിക്കുന്ന ആളുകളെ, ഫുട്ബോൾ കളിക്കുന്നവരെ, അതുപോലെ തന്നെ ബേസ്ബോള്, ക്രിക്കറ്റ് ഇങ്ങനെ കളിക്കുന്ന ആളുകൾ, അവർക്ക് ഇതെടുക്കും. ഈ എനർജി ഡ്രിങ്ക്സ്. പല ആളുകൾക്ക് നമുക്ക് ഉറങ്ങാനൊക്കത്തില്ല അത് എടുത്തു കഴിയുമ്പോൾ. അതിന് വളരെ ഊർജ്ജം കൊടുക്കുന്നതുകൊണ്ട് ഉറങ്ങാതിരിക്കും, അവർ വളരെ നെർവസ് ആകും. ശരിയായുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം അവർ കളിക്കുമ്പോൾ അത് അവരെ അഫക്റ്റ് ചെയ്യും. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? അതെ, ഈ എനർജി ഡ്രിങ്ക് ഒരു റാക്കറ്റാണ്. അത് വാസ്തവത്തിൽ ഇതിൽ എനർജിയിൽ കിക്ക് കിട്ടുന്ന ഇതിൻ്റെ കഫീന. അതിനകത്ത് ഈ കൂടുതൽ എനർജി വേണ്ടി അവർക്ക് കൂടുതൽ എനർജി ഒന്നുമില്ല, അതിൻ്റെ കാഫീൻ കൂടി. അപ്പോൾ ആ കാഫീൻ കൂടുതൽ കഴിച്ചാൽ കൈവിറയ്ക്കും, നെർവസ്നെസ്സും ആങ്സൈറ്റിയും, പിന്നെ ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഈ $1 ബില്യൺ ബിസിനസ് ഇത് വാസ്തവത്തിൽ മനുഷ്യരെ കളിപ്പിക്കുക. ദ ബെസ്റ്റ് എനർജി ഡ്രിങ്ക് ഈസ് വെള്ളം, വെറും വെള്ളം. അല്ല, ഇത് വേണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് കാപ്പി കുടിക്കുക. അല്ല, ഈ എനർജി ഡ്രിങ്ക് വേണേൽ ഒരു കപ്പ് കാപ്പി, അല്ലെ ചായ കുടിക്കുക, അല്ലെ ലൈറ്റ് ടീ, ഗ്രീൻ ടീ, ഹെർബൽ ടീ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ആകുമ്പം ഇതിൽ വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഈ എനർജി ഡ്രിങ്കിനൊന്നും പോകത്തില്ല. ഇച്ചിരി വെള്ളം കൂടുതൽ കുടി, പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കും, അല്ലെങ്കിൽ ഒരു കാപ്പി കുടിച്ചാട്ടെ. ഈ എനർജി ചുമ്മാ കാശ് കളയരുത്. ഓക്കെ ഡോക്ടർ, ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മൾ പ്രിസനെക്കുറിച്ച് സംസാരിച്ചു. ജയിലിൽ കഴിയുന്ന ആളുകൾ അവരെന്താണ്, എന്തുകൊണ്ടാണ് അവരവിടെ ആയിരിക്കുന്നത്, അതിനുള്ള പ്രതിവിധി എന്ത് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ക്ഷയരോഗം, അതിന് പുതിയ വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഗർഭിണികൾക്ക് വണ്ണമുള്ളവരെ അവർ നല്ല എക്സസൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടായെങ്കിൽ അതെങ്ങനെ അത് പരിഹരിക്കാം, അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഇടയിൽ ഉള്ള അമിതവണ്ണം അത് കുറയ്ക്കുന്നതിനുള്ള സാധ്യത, ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും വളരെ പ്രായം കുറഞ്ഞ ആളുകളുടെ ഇടയിൽ, പിന്നെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിലും മറ്റേതിലും ആളുകൾ പോകുന്നതിനെ പോലെ ഡയാലിസിസ്, പിന്നെ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇത് നമ്മളിവിടെ സംസാരിച്ചു. അതുപോലെ എനർജി ഡ്രിങ്ക്, ഇതെല്ലാം ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഞങ്ങളെ വീക്ഷിക്കൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ അത് പ്രയോജനപ്പെടും എന്ന് ഉള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളിത് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. ഞങ്ങളോട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ ചോദ്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. lalupjoseph9@gmail.com അതാണ് ഞങ്ങളുടെ ID. lalupjoseph9@gmail.com. നിശ്ചയമായിട്ടും ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഇത്രയും നേരം ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. Thank you for watching us, and we thank Urbana Public Television facility and the staff
for having filmed this program. We'll be bringing to you more of this program in the coming days. Soon and very soon, we are going to see the King. Hallelujah.